ഒരു ഭക്തനായ ബ്രാഹ്മണൻ കൃഷ്ണഭഗവാനെ പ്രതിദിനം പൂമാല കെട്ടിക്കൊടുക്കുന്ന ജോലിയായിരുന്നു. ഒരു ദിവസം ക്ഷേത്രത്തിലെ തുളസിത്തോട്ടത്തിൽ ഒരു കുഞ്ഞു പെൺകുട്ടിയെ കരയുന്ന ശബ്ദം കേട്ടു. ദൈവത്താൽ ലഭിച്ച സന്താനമായി കരുതി ഗോദൈ എന്ന് പേരിട്ടു വളർത്തി. ഗോദൈ നിഷ്കളങ്കയായിരുന്നു. അച്ഛനോടൊപ്പം പൂമാലകൾ തയ്യാറാക്കുമ്പോൾ ഒരു സംശയം കയറി. പൂക്കളിലെ ചെറിയ ചെറിയ കുറ്റികൾ ഭഗവാനെ നോവിക്കും. അയ്യോ പാവം! ഇത് അറിയാൻ അവൾ സമർപ്പിക്കുന്നതിനു മുമ്പ് തന്നെ മാല ധരിച്ചു നോക്കാൻ തുടങ്ങി. ഒരു ദിവസം അച്ഛൻ മാലയിൽ മുടിയിഴകളുണ്ടെന്ന് ശ്രദ്ധിച്ച് കുപിതനായി. അതുകൊണ്ട് നല്ല വഴക്ക് പറഞ്ഞു. ഗോദൈ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു. അവളെ ശകാരിച്ച് പുതിയ മാല നിർമ്മിച്ച് വിഗ്രഹത്തിൽ അണിയിച്ചു. തുടർന്ന് അശരീരി മുഴങ്ങി. ഗോദൈ ധരിച്ച മാല മാത്രം തനിക്ക് വേണം എന്നായിരുന്നു. എല്ലാവരും ഭക്തി നിറഞ്ഞ കണ്ണീരോടെ ഗോദൈയോട് ക്ഷമ പറഞ്ഞു. അവളെ ആണ്ടാൾ എന്ന് വിളിച്ചു. ചുടിക്കൊടുത്ത സുഡാർ കോടി. അർത്ഥം: ധരിച്ച മാല വിഷ്ണുവിന് സമർപ്പിച്ച സ്ത്രീ. യഥാർത്ഥത്തിൽ അവൾ മഹാലക്ഷ്മിയുടെ അവതാരമായിരുന്നു.